കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. 5 വർഷത്തിനുള്ളിൽ മഞ്ചേരി, പാലക്കാട് മെഡിക്കൽ കോളേജുകളെ ജനങ്ങൾക്ക് പൂർണ്ണ സൗകര്യം ലഭിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം സൂര്യ റീജൻസിയിൽ കേരള കൗമുദി നടത്തിയ ആരോഗ്യ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഷങ്ങളായുള്ള പ്രവൃത്തി പരിചയവുമായി ചങ്ങരംകുളം സ്വദേശിയായ ഹക്കീം പുക്കാട്ടിനെ 2 വർഷത്തിലധികം നടത്തിയ കഠിന ശ്രമങ്ങളുടെയും വിപുലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിരിക്കെ സാധാരണക്കാരായ രോഗികളുടെ ക്ഷേമം മാത്രം മുൻനിർത്തി ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അദ്ദേഹം അഹോരാത്രം ഓടി നടന്നു. നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ജില്ലാ ഹോസ്പിറ്റലോട് അറ്റാച്ച് ചെയ്താണ് നമ്മൾ ആരംഭിച്ചത്. ആ തീരുമാനം ശരിയാണോ തെറ്റായിരുന്നോ എന്ന് ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ പാലക്കാട് SC ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് ഞാൻ 2011 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ച ഒരാളാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. അന്ന് എനിക്ക് അറിയാമായിരുന്നു ഈ ഒരു മഞ്ചേരി എൻ്റെ മനസ്സിന് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ഹോസ്പിറ്റൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിച്ചു. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ജില്ലയിലെ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തി അതിന്റെ കെട്ടിടങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. അതുകൊണ്ട് ഇന്ന് അവിടെ ജില്ലാ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും ഉണ്ട്. മെഡിക്കൽ കോളേജ് അത് പൂർണ്ണമായിട്ടില്ല. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജായി പാലക്കാട് മെഡിക്കൽ കോളേജ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തും. കാരണം അത്ര പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജില്ലാ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ഇന്ന് ജില്ലാ ഹോസ്പിറ്റലാണോ മെഡിക്കൽ കോളേജാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആവശ്യമാണ്. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഏറ്റവും ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലാണോ മെഡിക്കൽ കോളേജ് വന്നത് ആ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ സൗകര്യം ലഭിക്കത്തക്ക രീതിയിലുള്ള തീരുമാനവും നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പരാതികളുണ്ട്, ആ പരാതികൾ പരിഹരിച്ചുകൊണ്ട് തന്നെ പുതിയ സംവിധാനമാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റെന്താണോ ഉചിതം എന്നുള്ള ആലോചിച്ചുകൊണ്ട് മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണ സൗകര്യം മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് ലഭിക്കുവാനുള്ള നടപടി ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞകാല സർക്കാരുകളുടെ ജാഗ്രതയും ഇടപെടലുകളുമാണ് കേരളത്തിന്റെ ആരോഗ്യമേഖല ലോകത്തിന് മാതൃകയായതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ VS ജോയ് MLA വിശിഷ്ടാതിഥിയായി. ഡോക്ടർമാരായ V വിനോദ്, ജാനിഷ്, H വീരാൻകുട്ടി, അജേഷ് രാജൻ, KT അബ്ദുറഷീദ്, K മുബാറക്ക്, ഹക്കീം പൂക്കാട്ടിരി, ബ്യൂറോ ചീഫ് ഷാബിൽ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.